വീണ്ടും PSC ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. LPUP ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള വളരെ കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. മുൻപ് ചോദിച്ച റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് നിർദ്ദേശിക്കുന്ന മാർഗനിർദ്ദേശക തത്വം. ശ്രദ്ധിക്കുക, മാർഗനിർദ്ദേശക തത്വം ഏതാണെന്നാണ് ചോദിച്ചത്. ആർട്ടിക്കിൾ 45. ഓക്കെ, 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, ആ ഏജ് പ്രത്യേകം ശ്രദ്ധിക്കുക, 14 വയസ്സ് വരെ കേട്ടോ, അവർക്കാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് നിർദ്ദേശിച്ച മാർഗനിർദ്ദേശക തത്വം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 45. ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിന് വിദ്യാഭ്യാസ ഗ്രാന്റ് നൽകാൻ നിർദ്ദേശിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 337. ഓക്കെ, 337. നെക്സ്റ്റ് വൺ, രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഭാഷ ദേവനാഗിരി ലിപിയിലെഴുതിയ ഹിന്ദിയാണെന്ന് വ്യവസ്ഥ ചെയ്ത ആർട്ടിക്കിൾ 343. 343. ആർട്ടിക്കിൾ 343 രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഭാഷ ദേവനാഗിരി ലിപിയിൽ എഴുതിയ ഹിന്ദിയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. 343 ആർട്ടിക്കിൾ. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ സ്കൂൾ തല വിദ്യാഭ്യാസ പരിഷ്കാരത്തിനായി രൂപം കൊടുത്ത ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ. അതായത് സ്കൂൾ തലത്തിലെ വിദ്യാഭ്യാസ പരിഷ്കാരം എങ്ങനെയായിരിക്കണം എന്നതറിയാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു വിദ്യാഭ്യാസ കമ്മീഷൻ വന്നത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. ഇതിനറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. മുതലിയാർ കമ്മീഷൻ എന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. 1952 മുതലിയാർ കമ്മീഷൻ അഥവാ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ നിലവിൽ വന്നത്. അത് സ്കൂളിലെ, നമ്മുടെ ഇന്ത്യയിലെ സ്കൂളിലെ സ്കൂൾ നിലവാരത്തിലുള്ള ആ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ പരിഷ്കരണം എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടുള്ള, അന്വേഷിക്കാൻ വേണ്ടിയുള്ള ഒരു വിദ്യാഭ്യാസ കമ്മീഷനാണിത്. നെക്സ്റ്റ് വൺ, വിദ്യാഭ്യാസത്തിന് ഇന്ത്യയിലാകമാനം പൊതുവായ ഒരു ദേശീയ വിദ്യാഭ്യാസ പാറ്റേൺ രൂപപ്പെടുത്തുന്നതിനായി രൂപീകരിച്ച കമ്മീഷൻ. അതായത് നമ്മുടെ കേരളത്തിലായാലും ഒന്ന് ആലോചിക്കുക, ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ആലോചിക്കാം ഏതായിരിക്കും പാറ്റേൺ. നമ്മുടെ പുതിയ പാറ്റേൺ വരുന്നതിന് മുമ്പ് 10+2+3 ഇങ്ങനെയായിരുന്നു അല്ലേ. ഇപ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം പുതിയതായി, അപ്പോൾ ആദ്യത്തെ ആ പാറ്റേൺ കൊണ്ടുവന്നത് കോത്താരി കമ്മീഷനാണ് 1964-66. നെക്സ്റ്റ് വൺ, 10+2+3. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. 10+2+3 മാതൃക നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചത് കോത്താരി കമ്മീഷനാണ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത് 1964-66 കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത്. ഒരു പഠിതാവിന് സ്കൂളിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാത്തരം അനുഭവങ്ങളെയും ആകെത്തുകയായിരിക്കണം പാഠ്യപദ്ധതി. പഠിക്കുക എന്ന് മാത്രമല്ല, എല്ലാത്തിൻ്റെയും ഒരു ആകെത്തുകയായിരിക്കണം, എല്ലാത്തരം അനുഭവങ്ങളെയും ആകെത്തുകയായിരിക്കണം പാഠ്യപദ്ധതി എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? 1975 വാർഷിക സ്കൂൾ പാഠ്യപദ്ധതി വിദഗ്ധ സമിതിയാണ്. അത് 10 വർഷത്തെയാണ്. 10 വർഷത്തെ സ്കൂൾ പാഠ്യപദ്ധതി വിദഗ്ധ സമിതി 1975 രൂപം കൊണ്ടിട്ടുണ്ട്. അതാണ് പഠിതാവിന് സ്കൂളിൽ നിന്ന് ലഭിക്കേണ്ട അനുഭവങ്ങളുടെ ആകെത്തുകയായിരിക്കണം പാഠ്യപദ്ധതി എന്ന് പ്രസ്താവിച്ചത്. പ്രൈമറി തലത്തിലെയും സെക്കൻഡറി തലത്തിലെയും പാഠ്യപദ്ധതി പരിഷ്കരണത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്താൻ നിയോഗിച്ച ആദ്യത്തെ കമ്മിറ്റി ഏതാണ്? നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 1985 നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് വന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡറി പ്രൈമറി തലത്തിലുള്ള പാഠ്യപദ്ധതി പരിഷ്കാരങ്ങൾ ഏതൊക്കെ വേണമെന്നും അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ നൽകാൻ വേണ്ടി രൂപീകരിച്ചതാണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. അതായത്
കരിക്കുലം എങ്ങനെയായിരിക്കണം എന്നുണ്ട് സിലബസ് എന്നുള്ളത് ഒന്ന് ആ ഫ്രെയിം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1985 ഇയർ വരുന്നത്. നെക്സ്റ്റ് വൺ 1968 ദേശീയ വിദ്യാഭ്യാസ നയം പരിഷ്കരിച്ചത് എപ്പോഴാണ്? 1968 അത് പെട്ടെന്ന് കിട്ടും. അത് പരിഷ്കരിച്ചത് ആ ലാസ്റ്റത്തെ 6, 8 എന്നുള്ളത് തിരിച്ചെഴുതിയാൽ മതി. 1986 പരിഷ്കരിച്ചത്. നെക്സ്റ്റ് വൺ അധ്യാപകൻ എന്നും ഒരു വിദ്യാർത്ഥി ആയിരിക്കണം. തുടർ പഠനം സാധ്യമാകുന്നതിന് 1986 ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് ജില്ലകൾ തോറും സ്ഥാപിക്കപ്പെട്ട സ്ഥാപനം ഡയറ്റ്. അപ്പോൾ എന്നാണ് സ്ഥാപിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ പറയാവുന്നതാണ്. 1986 ഡയറ്റ് സ്ഥാപിച്ചത്. അത് അധ്യാപകൻ എന്നും ഒരു വിദ്യാർത്ഥിനി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ആയിരിക്കണമെന്നും അധ്യാപകന് തുടർ പഠനം ലഭിച്ചുകൊണ്ടിരിക്കണമെന്നും പറയുന്ന ഒന്നാണ് നമ്മുടെ ഡയറ്റ്. അതിനുവേണ്ടി സ്ഥാപിച്ചതാണ് ഡയറ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ഇന്ത്യ സർവീസിൽ ഇന്ത്യൻ എഡ്യൂക്കേഷണൽ സർവീസ് കൂടി കൊണ്ടുവരുന്ന കാര്യം ആലോചിക്കണമെന്ന് നിർദ്ദേശിച്ചത് ആരാണ്? 1986 പുതിയ ദേശീയ വിദ്യാഭ്യാസ നയമാണ് ഓൾ ഇന്ത്യ സർവീസിൽ ഇന്ത്യൻ എഡ്യൂക്കേഷണൽ സർവീസ് കൂടി കൊണ്ടുവരുന്ന കാര്യം ആലോചിക്കണമെന്ന് നിർദ്ദേശിച്ചത്. ദേശീയ വിദ്യാഭ്യാസ നയം 1986 ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുള്ള നമ്മുടെ എഡ്യൂക്കേഷനിൽ അതിൻ്റെ രീതികളിൽ എല്ലാത്തിലും മാറ്റങ്ങൾ, പുതിയ ഒരുപാട് നവോദയ, അതുപോലെ ബ്ലാക്ക് ബോർഡ് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ തുടർന്ന് വരുന്നുണ്ട്. ഓരോന്നും വിശദീകരിച്ച് തന്നെ ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവന്ന ഒന്നാണ് 1986 പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം എന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അവർക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു.